സിസ്റ്ററെ +2 കഴിഞ്ഞാണല്ലോ സിസ്റ്റർ കോൺവെന്റിൽ ചേർന്നത്. അപ്പം സിസ്റ്ററിന് എപ്പം തൊട്ടാ ഈ ഒരു ആഗ്രഹം ഉണ്ടായത്? അതിന് പിറകിൽ എന്തെങ്കിലും ഒരു പ്രചോദനങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒന്ന്, ഞങ്ങൾ 3 കുട്ടികളാണ്. വീട്ടിൽ 3 സഹോദരങ്ങളാണ്. എൻ്റെ മൂത്ത ചേച്ചി, ഇളയ ബ്രദർ. ഞങ്ങൾ 3 പേരുള്ളതുകൊണ്ട് എൻ്റെ ഉള്ളിൽ എപ്പോഴോ കയറി ഞങ്ങൾ 3 പേരുണ്ട്, ഒരാൾ ഈശോയ്ക്ക് വേണ്ടിയാകണം. അത് അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ വന്നു. പക്ഷേ എനിക്ക് പോകണമെന്നില്ല, ചേച്ചി പോയായിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹവും പ്രാർത്ഥനയായിരുന്നു. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ ഓരോ നാളുകൾ മാറുമ്പോൾ എൻ്റെ ഉള്ളിൽ ഈ ഒരു ദൈവവിളിയെക്കുറിച്ചുള്ള ഒരാഗ്രഹം, പ്രത്യേകിച്ചും എല്ലാ ദിവസവും പള്ളിയിൽ പോകാനുള്ള ആഗ്രഹം. ഗ്രാൻഡ് പേരൻസ് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അപ്പൻ്റെ കൂടെ, വല്യപ്പൻ്റെ കൂടെ പള്ളിയിൽ പോകാനുള്ള ആഗ്രഹം ഉണ്ടായി. സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി നിൽക്കാനുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ചെറുപ്പത്തിൽ ഒരു മഠത്തിൽ ചേരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇടക്കാലം കൊണ്ട് 10ാം ക്ലാസ്സൊക്കെ വന്നപ്പോൾ, 10 +2 ഒക്കെ ആയപ്പോഴത്തേനും ഈ ആഗ്രഹത്തിനൊരു മങ്ങലേറ്റു. അങ്ങനെ +2ൻ്റെ സ്റ്റഡി ലീവിൻ്റെ ടൈമിൽ ഞാനിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മദർ തെരേസ എന്നെ ഭയങ്കരമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്തൊരു വ്യക്തിത്വമാണ്. വിശുദ്ധ മദർ തെരേസ അന്ന് പറന്നു നടക്കുന്ന ഒരു കാലഘട്ടം. അപ്പം മദർ തെരേസയെ പോലെ ആയിത്തീരണമെന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിൽ വന്നു. അതൊരു ചെറിയൊരു വിഷൻ പോലെ കാണിക്കുകയും ചെയ്തു. അപ്പം അതിൻ്റെ പിന്നിലും എനിക്കൊരു കഥയുണ്ട്. ഞാൻ മരിച്ചു ജീവിച്ച ഒരാളാണ്. 3 വയസ്സുള്ളപ്പോൾ എനിക്കൊരു പനി വന്ന് തളർന്നുപോയി. പിന്നെ ഈ കുട്ടി ജീവിക്കുവാണെങ്കിലും തളർന്നു കിടക്കുകയുള്ളൂ എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയതാണ്. അന്നെൻ്റെ അപ്പച്ചനും അമ്മച്ചിയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ആരോഗ്യമുള്ള വ്യക്തിയായിട്ട് തിരിച്ചു വന്നത്. അതിനുശേഷം 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കാട്ടുപന്നിയെ കൊല്ലുന്ന തോട്ട കടിച്ചു പൊട്ടിക്കാൻ നോക്കിയിട്ട് പൊട്ടാഞ്ഞിട്ട് തൂമ്പ എടുത്ത് തല്ലി പൊട്ടിച്ചു. അന്ന് തീർന്നു പോകേണ്ടതാണ് ജീവിതം. അന്ന് എൻ്റെ അമ്മ എപ്പോഴും പറയും, ഈശോയാ നിന്നെ ഈശോയെ രക്ഷിച്ചേന്ന്. അതെൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പം ഈ +2 കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഈശോ എന്നെ രക്ഷിച്ചെങ്കിൽ ഞാൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം. എൻ്റെ കണ്ണും കാലും കൈയും എല്ലാം ഇനി ഈശോയ്ക്കുള്ളതാണ്. അതാരോ എൻ്റെ ഉള്ളിലിരുന്ന് പറഞ്ഞു തരുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അതാണ് എൻ്റെ ദൈവവിളിയുടെ ഉറപ്പ്. വീട് എവിടെയാ? ഈ കാട്ടുപന്നി മലയോര ഭാഗമായിരിക്കുമല്ലോ, അതെവിടെയായിട്ടായിരിക്കും? അന്ന് കോതമംഗലം രൂപതയുടെ കീഴിലാണ്. ഇന്ന് ഇടുക്കി രൂപതയിലെ രാജാക്കാട് എന്ന സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ സ്ഥലം വിറ്റ് ഇപ്പം പാലാ രൂപതയിലെ വയല എന്ന പ്രദേശത്താണ് ഇപ്പം കുടുംബം ഉള്ളത്. ഇപ്പം സിസ്റ്റർ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അപ്പച്ചൻ, അമ്മച്ചി, ഒരു ചേച്ചി കല്യാണം കഴിച്ചു. ചേച്ചിയും കുടുംബവും തൊടുപുഴ നെയ്ശ്ശേരിയിലാണ് താമസിക്കുന്നത്. അവർ രണ്ടുപേരും +2 അധ്യാപകർ. അവർക്ക് 3 കുഞ്ഞുങ്ങൾ. പിന്നെ ഉള്ളത് ഇളയ സഹോദരൻ പ്രൊഫസറാണ്. മാന്നാനം KE കോളേജിൽ B.Ed കോളേജിൽ അധ്യാപകനാണ്. വൈഫ് ബാങ്ക് ജോലി. അവർക്ക് 3 കുഞ്ഞുങ്ങൾ. അങ്ങനെ വളരെ സന്തോഷമായ ഒരു കുടുംബമാണ്. അതും ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിന് വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ഈശോ എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു. ഈശോ എൻ്റെ കുടുംബത്തിൽ അന്ന് തൊട്ട് ഇന്ന് വരെ ഭരണം നടത്തുന്നു. സിസ്റ്റർ ഇവിടെ എങ്ങനെയാണ്? വീട്ടിലെന്നും വിളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? വീട്ടിൽ പോകാനും പറ്റുമോ? പറ്റും. അവർ വരാറുണ്ടോ ഇങ്ങോട്ടേക്കൊക്കെ? വരാറുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്നുള്ള പിന്തുണ എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ കുടുംബവും സന്യാസ ജീവിതവും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഞാൻ മഠത്തിലേക്ക് വന്നതിന് ശേഷം എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഈ തിരുഹൃദയ സഭാ സമൂഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം സഭയിൽ ഏറെ സന്തോഷത്തോടെ ജീവിക്കുന്നു. എൻ്റെ മാതാപിതാക്കളൊക്കെ ഈ സഭയെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. സഹോദരങ്ങളും എല്ലാവരും എപ്പോൾ വേണമെങ്കിലും വരാനും അവർക്ക് കാണാനും അവരുടെ കൂടെ ആയിരിക്കാനും ആവശ്യങ്ങളിൽ വീട്ടിൽ പോകാനും ഒക്കെ ഉള്ള അനുവാദം ഉണ്ട്. അതിൽ സന്തോഷമാണ്, എല്ലാവർക്കും സന്തോഷമാണ്.